ആ വീട്ടിൽ നിന്നാ. ആ ഹലോ ഗിരിയേട്ട എന്തായി? എന്താവാൻ, ഇവിടെ വരെ എത്തി. രാജീവൻ സാർ എന്ത് പറയുന്നു? എന്തു പറയാനാ, കൂടെ ഉണ്ട്. ഗിരിയേട്ടൻ ടെൻഷൻ ആവണ്ട, എല്ലാം രാജീവൻ സാറെ നോക്കിക്കോളാന്നല്ലേ പറഞ്ഞേ? ഉവ്വ, ഈ രാജീവൻ സാറിൻ്റെ വാക്ക് കേട്ടാ ഇവിടെ വരെ എത്തിയത്. ആ പിന്നെ ഗിരിയേട്ട, പ്രതി ജോലി പോയിട്ട് സസ്പെൻഷനായ കാര്യമൊന്നും അച്ഛൻ അറിഞ്ഞിട്ടില്ല. അതറിയാതിരിക്കുന്ന തന്നെയാ നല്ലത്. അറിഞ്ഞ ഗിരിയേട്ടൻ എന്നെ പ്രശ്നം. ഇവിടുത്തെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം. സമാധാനമായിട്ടിരിക്കുക. ശരി, ഞാൻ വിളിക്കാം. ഓ ഒന്നും പറയണ്ട. എന്താ സാറേ, നടപടിയാന്ന് കേസ് വല്ലതാണോ സാറേ? എൻ്റെ പൊന്ന് ഗിരി സാറേ, നിങ്ങൾ ടെൻഷൻ അടിക്കാതെ. ചാടിപ്പോയ പ്രതി നമ്മൾ പിടിച്ചിരിക്കും, ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയിരിക്കും. സാറന്മാർ പോലീസാണല്ലേ? മുഖം കണ്ടാലേ അറിയാം പോലീസാന്ന്. അല്ല, ആരെ അന്വേഷിച്ചു വന്നാ? ഇവിടെ ഒരു മണി ഫിനാൻസിലായിരുന്നോ ചെറിയ പ്രശ്നമൊക്കെ ആയിട്ട്? അത് പൂട്ടിയല്ലോ, കേസും പഴുക്കൊക്കെ ആയിട്ട്. അത് അന്വേഷിക്കാനാണോ വന്നേ? അതെ. അവന്മാർ വെറും കള്ളന്മാരാ സാറേ. കുറച്ച് ആൾക്കാരുടെ പൈസ എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. തൻ്റെ ഇവിടെ അടുത്താണോ? ഞാൻ 2 സ്റ്റോപ്പ് അപ്പറയാ. പിന്നെ ഈ കടയൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നു. എന്നാൽ സാറന്മാർ കുടിക്കേ, ഞാൻ അങ്ങോട്ട്. സാറേ, എന്നാലും ആളുടെ മുഖത്തൊരു കള്ള ലക്ഷണമില്ലേ? ആരുടെ? നമ്മളിപ്പോൾ 2-3 ദിവസമായിട്ട് ആ സുരേന്ദ്രൻ്റെ ചായക്കടയിൽ പോകുന്നുണ്ടല്ലോ, ആളുടെ അറിയാൻ പറഞ്ഞു. അയാൾ എന്തോ ഒളിപ്പിക്കുന്ന പോലെ. അതുമല്ല പഴകിയ പഴമുണ്ടായോ സുഹീനോ വല്ലോ ആയിരിക്കും. എൻ്റെ പൊന്ന് സാർ, ഇങ്ങനെ ചളി പറയല്ലേ. ആളുടെ മുഖത്തൊരു കള്ള ലക്ഷണം ഉണ്ട്. ദേ എല്ലാവരും പോലീസ് എന്നോട് കാണല്ലേ, പണി വാങ്ങിക്കും. മോൾ ഇറങ്ങിയോടി? ആ അവളിറങ്ങി. ഗിരിയേട്ടാ, അച്ഛൻ നാളെ വിളിക്കും. EMI ഡേറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പം എന്താ ചെയ്യുക? സസ്പെൻഷൻ ഒന്ന് മാറി കിട്ടിയിട്ട് ജോലിക്ക് പെട്ടെന്ന് കയറണം. ഇതിപ്പോൾ വണ്ടിയും റെൻറ്റിനെടുത്ത് റൂമും റെൻറ്റിനെടുത്ത് 4-5 ദിവസം കൊണ്ട് കേസ് അന്വേഷിക്കണം. സാരല്ലേ, തൽക്കാലം എൻ്റെ ഒരു വളവാണ് വെച്ച് ഞാൻ കാര്യങ്ങൾ നോക്കിക്കോളാം. ടെൻഷൻ അടിക്കണ്ട. പിന്നെ രാജീവൻ സാറെത്തി? ആ ദേ ഇവിടെ ഇരിപ്പുണ്ട്. നീ എന്നാ കിടന്നോ, ഞാൻ രാവിലെ വിളിക്കാം. ശരി, ഗുഡ് നൈറ്റ്. ഓക്കെ. സാറേ മടുത്തല്ലോ, നമുക്കെല്ലാം കുടിച്ചാലോ? എന്നാൽ കാര്യമായിട്ട് എന്തെങ്കിലും കഴിച്ചേക്കാം, വാ. സാറേ, എനിക്ക് തോന്നുന്നു അവൻ എല്ലാവർക്കും അറിയാം, ആരും മനഃപൂർവ്വം പറയാത്ത സംഭവം അത് തന്നെയാ സാറേ, ആരും പറയാത്തയാ. ചേട്ടാ ആ ഒരു മിനിറ്റ്. ദേ ഇവനെ പരിചയമുണ്ടോ? ആ ഇത് റോക്കിയല്ലേ, മണിയൻ്റെ വലങ്കൈ. ചേട്ടനറിയോ? ആ അറിയാം സാറേ, ഇത് മണിയൻ്റെ ബിനാമിയാ. മണിയന് വേണ്ടി എല്ലാ ചെറ്റത്തരവും ചെയ്യുന്ന ഇവനാ. പിന്നെ പോലീസ് പിടിച്ചെന്നോ ജയിലിൽ ചാടിയെന്നോ ഒക്കെ ആൾക്കാർ പറയുന്നത് കേട്ടു. അത് തനിക്കെങ്ങനെ അറിയാം? ആ സാറേ, കരക്കമ്പിക്ക് വല്ല കുറവുണ്ടോ സാറേ ഇവിടെ? എന്നാ ശരി ചേട്ടൻ പോകാം. ആ ശരി. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ.
ചേട്ടാ ലേറ്റർ ഒന്ന് എടുക്ക്. 80 അല്ലേ? ആ അതെ. താ. ദേ ആയിട്ടുണ്ടേ. ആ നല്ല സ്ഥലമല്ലേ? അതെ സാറേ, അടിപൊളി. അല്ല, ചോദിക്കാൻ വിട്ടുപോയി, വീട്ടിലാരൊക്കെയുണ്ട്? അതൊക്കെ വലിയ കഥയാ സാറേ. ചുരുക്കി പറഞ്ഞാൽ മതി. സർമറെ, വീട്ടിൽ ഭാര്യയും മോളും ഉണ്ടായിരുന്നു. മോള് പഠിക്കാൻ വലിയ മിടിക്കായിരുന്നു. പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങുന്നത് അവൾക്കൊരു ലഹരിയായിരുന്നു. അവൾ വിചാരിക്കുന്ന മാർക്ക് അവൾക്ക് കിട്ടണം, അല്ലെങ്കിൽ അവൾ സഹിക്കില്ല. അങ്ങനെ ഒരു ദിവസം മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ അവൾ ജീവൻ അങ്ങൊടുക്കി. കണ്ടു സഹിക്കാതെ അവളുടെ അമ്മയും പോയി. സ്വന്തം കുഞ്ഞിൻ്റെ ജീവനില്ലാത്ത ശരീരം ഏതമ്മയ്ക്കാ സാറേ കണ്ടു നിൽക്കാൻ പറ്റുന്ന? സോറി ചേട്ടാ. അപ്പോൾ ചേട്ടൻ്റെ ഭാര്യയും കുഞ്ഞും ആത്മഹത്യ ചെയ്തല്ലേ? എന്നാലും മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്യോ? ടി വിയുടെ റിമോട്ട് കിട്ടാത്തതിന് ആത്മഹത്യ ചെയ്യുന്ന കാലം സാറേ. അതൊക്കെ നടക്കും. വാ. ആ എടി, നീയേ കൊച്ചു പഠിച്ചില്ല എന്ന് വിചാരിച്ച് അവളെ വഴക്കൊന്നും പറയണ്ട കേട്ടോ. അത് ശരി. അപ്പൊ കൊച്ചു പഠിച്ചില്ലെങ്കിൽ വഴക്ക് പറയണ്ടേ? വേണ്ട, അവൾക്ക് പഠിക്കണമെങ്കിൽ അവൾക്കറിയാം. നമ്മളായിട്ട് കൂടുതൽ പഠിപ്പിച്ചു കൊടുക്കണ്ട. നമ്മളൊരു വാർത്തയൊക്കെ കേൾക്കുന്നില്ലേ? ആ വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. അവള് പഠിക്കണ്ട. പിന്നെ വളപണയം വെച്ച് ഞാൻ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. ശരിയെന്നാ, ഞാൻ വിളിക്കാം. എന്താ ഇത്ര ചാട്? ശരിയടി. സാറേ, സിഗരറ്റ് മേടിച്ചില്ല. നമുക്ക് ചേട്ടനെ അടിച്ചാലോ? എൻ്റെ പൊന്ന് രാജീവ് സാറേ, നമ്മളിവിടെ നിന്നൊരു കേസ് അന്വേഷിക്കണ, അല്ലാതെ ചുമ്മാ അടിച്ച്. സാറിൻ്റെ ടെൻഷൻ കണ്ട തോന്നുന്നു. നമ്മൾ ചാടിപ്പോയി പ്രതിനെ പിടിക്കാനല്ല വന്നത്. ആ ചായക്കിടക്കണമാരുടെ ആത്മഹത്യ. എവിടുന്നാ സാർ വന്നത്? ഞാൻ പറഞ്ഞില്ലേ, ആത്മഹത്യയുടെ കാര്യം പറയുമ്പോൾ എന്തോ സംഭവിക്കുന്നുണ്ട്. മാങ്ങാത്തൊലി. ഇത് അവിടെ നിന്ന് ഞാൻ വന്നതായിരിക്കും. ഓരോ അന്ധവിശ്വാസമായിട്ട്. സാറ് വന്നൊന്ന് കിടക്കാൻ നോക്ക്. രാജീവ് സാറെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. സാറെങ്ങോട്ടാ? രാത്രി എങ്ങോട്ടാ? ആരോ കരയുന്ന പോലെ തോന്നി. ആര്? ഉറക്കത്തിൽ. ഉറക്കത്തിൽ ബെസ്റ്റ്. സാറ് ഒന്ന് കിടക്കാൻ നോക്ക്, മെനക്കെടുത്താനായിട്ട്. സാറേ, രാജീവ് സാർ ഉറങ്ങിയോ? എന്താ സാറേ? സാറേ, ആ കുട്ടി ആത്മഹത്യ ചെയ്താണോ? ഏത് കുട്ടി? നമ്മുടെ ടീ ഷോപ്പിലെ ആ പുള്ളി പറഞ്ഞ. എൻ്റെ പൊന്ന് സാറേ, സാർ ഇതൊരു വിട്ടില്ലേ? നമ്മളിവിടെ വന്ന എന്തിനാ? അതാദ്യം ഫോക്കസ് ചെയ്യ്. ഗുഡ് നൈറ്റ്. സാറേ, അവൻ നാടുവിടാനാണ് സാധ്യത. ഇവിടുത്തെ ആളുടെ സഹായം കൊണ്ട് അവനെ പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്കങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റുമോ സാറേ? ആരുടെ സപ്പോർട്ടില്ലെങ്കിലും നമ്മൾ അവനെ പിടിച്ചിരിക്കും, പോരെ? അതെ സാറേ. സാറേ, എന്താ? ഇതവനല്ല സാറേ?
റോക്കി അല്ലേ? അതെ. ഞങ്ങളാരാന്ന് മനസ്സിലായല്ലോ. പിന്നെ ഇവിടെ കുറച്ച് ആൾ കൂടുന്ന സ്ഥലമാണ്. വലിയ ബഹളം ഇല്ലാണ്ട് നമുക്കങ്ങ് പോയാലോ? അപ്പോൾ എങ്ങനെയാ, പോയാലോ? അതിനെന്താ സാറന്മാരെ, പോയേക്കാലോ. സാറന്മാരെന്താ കരുതിയേ ഞാൻ പേടിച്ചോടിയെന്നാണോ? എന്നാ തെറ്റിപ്പോയി. ഞാൻ നിങ്ങളിവിടെ എത്തിച്ചതല്ലേ, അല്ലടാ പിള്ളേരെ? അപ്പോൾ എങ്ങനെയാ, കലാപരിപാടി തുടങ്ങുകയല്ലേ? സാറന്മാരപ്പം രണ്ടും കൽപ്പിച്ചാണോ? അല്ലടാ, 3 കൽപ്പിച്ചു. ഓ, സമാധാനമായി. എല്ലാം ഒന്ന് കഴിഞ്ഞു കിട്ടിയല്ലോ. ഒന്നും കഴിഞ്ഞിട്ടില്ല, നമ്മൾ തുടങ്ങാൻ പോകുന്നുള്ളൂ. എന്ത്? നമ്മളൊരു കേസ് അന്വേഷിക്കാൻ പോവാം. ഏത് കേസ്? സാറേ, ചായക്കടക്കാരൻ പറഞ്ഞ ആത്മഹത്യാ കേസില്ലേ, ആ കൊച്ചിൻ്റെ, അതൊരു കൊലപാതകമാണെന്ന് എനിക്ക് സംശയമുണ്ട്. സാർ ഇപ്പോൾ ഒരു വള്ളിക്കേസ് കഴിഞ്ഞുള്ളൂ, ഇനി ഇതുകൂടി വേണോ? ഞാൻ നിർബന്ധിക്കുന്നില്ല, ബുദ്ധിമുട്ടാണെങ്കിൽ സാർ കൂടെ കൂടണ്ട. അതെന്താ സാറേ അങ്ങനെ വിട്ടോക്ക്? നമ്മളെല്ലാം വള്ളിക്കേസ് ഒന്നിച്ചല്ലേ ഏറ്റെടുത്തിട്ടുള്ളൂ. ഇതും അങ്ങനെ തന്നെയാ. ഈ കേസ് അറിഞ്ഞപ്പോൾ മുതൽ മനസ്സിൽ വല്ലാത്തൊരു ഫീൽ, ഇത് ആത്മഹത്യ തന്നെയാണോ എന്ന്. ഇനി എന്തായാലും നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. എന്തായാലും ഓക്കെ അല്ലേ? ഓക്കെ സാറേ, ഡബിൾ ഓക്കെ. ഗിരി സാറേ, ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. നമ്മളിപ്പോൾ ഇവിടെ തുടങ്ങുന്നേ. എന്തേലും വഴിയുണ്ടാവും, നോക്കാം. ആ സാറന്മാരെ, പ്രതികളെയൊക്കെ പിടിച്ചല്ലേ, സസ്പെൻഷനൊക്കെ മാറിയല്ലേ, ചിലവുണ്ട് കേട്ടോ. ചിലവൊക്കെ ചെയ്യാം, പക്ഷേ ഞങ്ങളിപ്പോൾ പുതിയൊരു കേസ് അന്വേഷണത്തില്ല. പുതിയ കേസോ? കേസൽപ്പം പഴയതാ, എല്ലാം കഴിയുമ്പോൾ പറയാം. അല്ല സാറേ, താനിപ്പോൾ എൻ്റെ ചായ എടുക്ക്. അതെ, ആ, തൻ്റെ മോള് മരിച്ചെങ്ങനെയാന്ന് പറഞ്ഞ? അതൊക്കെ പറഞ്ഞിട്ട് ഇനി കാര്യമുണ്ടോ സാറേ? ഞാൻ ചായ എടുക്കാം. സാറേ, കേസ് അന്വേഷിക്കുന്ന കാര്യം പറയണ്ടല്ലോ ഇവിടെ. ഏയ്, ഇപ്പോൾ ഒന്നും പറയണ്ട അയാളോട്. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലെങ്കിലോ കാര്യങ്ങൾ, ചിലപ്പോൾ ഇത് ആത്മഹത്യ തന്നെയാണെങ്കിലോ. ഇതെന്താ സാർ ഇത്? ഉപദ്രവകാരിയല്ല. എന്തായാലും കേസ് നമ്മൾ അന്വേഷിക്കും. ഇതൊരെണ്ണം എടുത്തോട്ടെ. ചേട്ടാ, ഈ സുരേന്ദ്രൻ ചേട്ടൻ്റെ വീട് ഇവിടെയാണോ? ആ, ഇവിടെ അടുത്ത. പുള്ളി ഒറ്റയ്ക്കാണോ താമസം? ആ, ഒറ്റയ്ക്കാണ്. ചേട്ടാ, ഗോൾഡ് ഉണ്ടോ? ആ, ഹലോ. എല്ലാം ചേട്ടന്റെ തോന്നലാ. സസ്പെൻഷൻ കഴിഞ്ഞ് വരെയൊക്കെ ജോലിക്ക് കയറാനുള്ളതിന് സംശയം എന്ന് പറഞ്ഞോട് ചുമ്മാ. ഇത് തുടക്കത്തിൽ എനിക്ക് ഡൗട്ടായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എന്തൊക്കെയോ എനിക്ക് ചുറ്റും നടക്കുന്ന പോലെ. ആ
അതാ ഞാൻ പറഞ്ഞ ഇങ്ങോട്ടൊന്ന് കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുതാ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്തായാലും ഇത് കഴിയട്ടെ. എനിക്കും കൂടെ ചേർത്ത് നീ വിളിക്കുന്നുണ്ടല്ലോ, അത് മതി. മോളുറങ്ങിയോ? ഇറങ്ങി ഞാനെന്തേ കിടക്കാൻ പോവാ. എന്നാൽ ഞാൻ രാവിലെ വിളിക്കാം. ശരി. സാറേ, വൈഫ് എന്തു പറയുന്നു? അവളും ഈ അന്വേഷണത്തിന് കാര്യമായിട്ട് സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല. സാറേ, ഇത് നമ്മൾ അന്വേഷിച്ച് കുഴയുമല്ലോ. എന്തായാലും നമ്മൾ അന്വേഷിച്ചു തുടങ്ങി. ഇനി ഇത് പൂർത്തിയാക്കിയിട്ടേ നമ്മൾ ഇനി നാട്ടിലേക്കുള്ളൂ. എൻ്റെ പൊന്ന് സാർ, ഇത് ആത്മഹത്യയാണെന്നല്ല. ഇതെന്താ സാർ ഇത്? നമ്മൾ ഈ കേസ് ആത്മഹത്യ എന്ന് പറയുമ്പോൾ ഒക്കെ എന്തോ വിപത്ത് സംഭവിക്കുന്നുണ്ട്. ഇതിലെന്തോ ശക്തിയുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, എന്നെ ഈ കേസിലോട്ട് എന്തോ പിടിച്ച് വലിക്കുന്നുണ്ട്. നമ്മളെ നമുക്കെന്തായാലും നാളെ ഹരിത പഠിച്ച സ്കൂൾ വരുന്ന പോവാം. അപ്പോൾ ഹരിത ആത്മഹത്യ ചെയ്തെന്ന് തന്നെയാണോ സാറ് പറയുന്നത്? അതെ, ആ കുട്ടി അങ്ങനെ ഒരു സ്വഭാവക്കാരിയായിരുന്നു. എല്ലാവരോടും ദേഷ്യമുള്ള പ്രകൃതക്കാരിയായിരുന്നു. പിന്നെ കുറച്ചെങ്കിലും മിണ്ടുന്നത് മീര ടീച്ചറിനോടായിരുന്നു. മീര ടീച്ചറെ ഒന്ന് കാണാൻ പറ്റുമോ? ടീച്ചർ ലീവാണ്, വീട്ടിൽ പോയാൽ കാണാം. ഓക്കെ സാർ, താങ്ക് യു. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഉം. മീര ടീച്ചറല്ലേ? അതെ, ആരാ? പോലീസാ. എന്താ സർ? മീര ടീച്ചറല്ലേ ഹരിതയെ പഠിപ്പിച്ച്? അതെ. ഞങ്ങൾ ഹരിതയുടെ മരണമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ വന്ന. ഹരിതയുടെ ആത്മഹത്യ എന്തോ സംശയമുള്ളതായിട്ട് ടീച്ചർ പറഞ്ഞില്ലേ? ഉവ്വ് പറഞ്ഞിരുന്നു. പിന്നെന്താ അതേപ്പറ്റി അന്വേഷിക്കായിരുന്നു? അത് വീട്ടിൽ സമ്മതിച്ചില്ല. പിന്നെ ഇതിൻ്റെ പുറകൊന്നും പോകണ്ടെന്ന് സ്കൂളിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ടായിരുന്നു. ഓ, അതുകൊണ്ട് അവിടെ നിർത്തിയല്ലേ? ഹരിതയുടെ മരണം ആത്മഹത്യയില്ലെന്ന് തോന്നാൻ എന്താ കാരണം? സർ, ആ കുട്ടി സ്കൂളിലൊക്കെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. പക്ഷെ പെട്ടെന്ന് പഠിത്തത്തിലൊക്കെ ഭയങ്കരമായിട്ട് ഉഴപ്പാൻ തുടങ്ങി. ഞാൻ ആ കുട്ടിയായിട്ട് സംസാരിച്ചപ്പോൾ കരുതിയത് ആ കുട്ടിക്ക് വല്ല ലവ് അഫെയർ ആയിരിക്കും എന്നാണ്. പക്ഷെ പറഞ്ഞ മറുപടി എന്നെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു. തിരിച്ചു വന്നതിന് ശേഷം ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് സർ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലും സ്കൂളിലും എനിക്ക് നല്ല പ്രഷർ ഉണ്ടായിരുന്നു ഇതിനു വേണ്ടി. തെറ്റൻ തന്നെയാ. ഞാനൊന്നൊരു പക്ഷെ പരാതി കൊടുത്തിരുന്നെങ്കിൽ. ഒരധ്യാപിക എന്ന അമ്മയ്ക്ക് തുല്യമാ ഹരിത അന്നത് പറഞ്ഞെങ്കിൽ ഒരമ്മയെപ്പോലെ ടീച്ചർ വിശ്വസിച്ചിട്ടാ. ഞാനിത് എവിടെ വേണമെങ്കിലും വന്ന് പറയാം സർ. ആരുടെ മുമ്പിൽ വേണമെങ്കിലും ഞാനിത് പറയാം. എന്തായാലും പറയേണ്ടി വരും. വാ സാർ. സാറേ, ടീച്ചർ പറഞ്ഞു വെച്ചിട്ട് നമുക്ക് ഈ കേസ് ക്ലോസ് ചെയ്യാൻ പറ്റുമോ? ഒരു തെളിവില്ലാതെ എങ്ങനെയാ? അതെ, ടീച്ചറിൻ്റെ മൊഴി ഒന്നുകൊണ്ട് മാത്രം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ പ്രശ്നം ആ ടീച്ചർക്കായിരിക്കും. സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുക. ആ, അത് ശരിയാ. ഹലോ, ശരി ടീച്ചറെ, നാളെ ഞാൻ ലൊക്കേഷൻ അയക്കാം. ഓക്കെ ടീച്ചറാ, നാളെ ഒന്ന് കാണണമെന്ന്. ചിലപ്പോൾ നമുക്ക് ഗുണമുള്ള എന്തായാലും കിട്ടായിരിക്കില്ല, അല്ലെങ്കിൽ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ശരിയാ. അപ്പം നാളത്തെ കാര്യം ഓക്കെയാ. ഇപ്പം നമുക്കൊരു അടിപൊളി മന്തി പറഞ്ഞാലോ സാറേ? ഇവിടുത്തെ മന്തി അടിപൊളിയാ.
മീര ടീച്ചർ എന്താ കാണണമെന്ന് പറഞ്ഞ്? ഇത് ഹരിതയുടെ ഡയറിയോ? എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ കുട്ടി ഇതിൽ എഴുതിയിട്ടുണ്ട്. അന്ന് ആ മരണമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിലേക്ക് പോവേണ്ടി വന്നുകൊണ്ട് എനിക്ക് ഇതാരെ ഏൽപ്പിക്കാൻ പറ്റിയില്ല. അന്ന് നിങ്ങൾ വീട്ടിൽ വന്ന് ചോദിച്ച ഒരു മാനസികാവസ്ഥയിൽ എനിക്കൊന്നും തരാൻ പോലും പറ്റിയില്ല. ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ അന്വേഷണത്തിന് ഇത് ഉപകാരപ്പെടുമെങ്കിൽ. ആ സാറേ, കേസന്വേഷണമൊക്കെ എന്തായി? കഴിഞ്ഞു. ഇത്ര പെട്ടെന്നോ? ആട്ടെ, എന്തായിരുന്നു കേസ്? 3 വർഷം മുന്നേ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു, കൂടെ അവളുടെ അമ്മയും. സംശയിക്കണ്ട, ഹരിതയും അമ്മയും ആത്മഹത്യ ചെയ്ത കേസ് തന്നെയാണ്. ആത്മഹത്യ അല്ലോ സാറേ, കൊലപാതകം. കൊലപാതകമല്ല സാറേ, ആത്മഹത്യ തന്നെയാണ്. അത് ആത്മഹത്യയല്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഇത് കണ്ടോ, ഹരിതയുടെ ഡയറിയാ, ഇതിലുണ്ടല്ല. നീ എന്താ കരുതിയത്? ആരും ഒന്നും അറിയില്ലെന്നോ? ഈ ഡയറി വായിച്ചപ്പോൾ മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോൾഡായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് ഹരിത. അവളൊരിക്കലും ആത്മഹത്യയില്ല. പിന്നെ എങ്ങനെയാ മരിച്ചത്? ബാക്കി ഞാൻ പറയാം സാറേ. ഒരു പ്രകാശനെ തനിക്കറിയോ? തൻ്റെ മോളുടെ അധ്യാപകനാണ്. ഒരിക്കലും ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയോട് ചെയ്യാൻ പാടില്ലാത്തതാണ് അയാൾ ചെയ്തത്. മോളുടെ മരണത്തിന് ഉത്തരവാദി അയാളാണെന്നുള്ള എല്ലാ തെളിവും ഈ ഡയറിക്കകത്തുണ്ട്. പിന്നെ ഒരു പ്രശ്നമുണ്ടല്ലോ, മോള് മരിച്ച അതേ ദിവസം പ്രകാശൻ സാറും ആത്മഹത്യ ചെയ്തു. അത് ആത്മഹത്യ അല്ലോ സാറേ, കൊലപാതകമല്ലായിരുന്നു. തൻ്റെ ചിരിയുടെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾക്കൊന്നും തെളിയിക്കാൻ കഴിയുന്നില്ലെന്ന് നീ കരുതുന്നുണ്ടാവും. ഹരിതയുടെ അമ്മയുടെ മരണം താൻ എന്തിനാ ആത്മഹത്യയാക്കി? പിന്നെ പ്രകാശൻ സാറിന് ആ ദിവസം എന്ത് സംഭവിച്ചു എന്നും അറിയാൻ വേണ്ടി ഞങ്ങളൊരു വരോടെ വരുന്നുണ്ട്. എന്നാ പോട്ടെ. ആ സാറേ. അല്ല സാറേ, അപ്പം നമ്മൾ ഈ കേസ് തുടർന്ന് അന്വേഷിക്കുകയാണോ? എന്തിന്? ചിലയിടത്തൊക്കെ കണ്ണടയ്ക്കുന്നത് തന്നെയാണ് നല്ലത്.